എക്കണോമിക് ലോ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു യൂണിറ്റ് എന്നുള്ള രീതിയിൽ 1956 മെയ് 1 ED സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം 50-നടുത്ത് 49 ഓഫീസുകൾ 2000 മുകളിൽ എംപ്ലോയീസ് ഉള്ള ഒരു സംവിധാനമാണിത്. പ്രധാനമായിട്ട് ഈ 4 നിയമങ്ങളാണ് ED കൈകാര്യം ചെയ്യുന്നത്: ഫെമ, PMLA, FEO, കോഫെപ്പോസ. റീസെൻ്റ്ലി നമ്മൾ ഈ EDയെ പറ്റി കേൾക്കുന്നതിൻ്റെ 90% കേസുകളും PMLAയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. PMLA ക്രിമിനൽ ആക്റ്റാണ്. അപ്പോൾ PMLA വെച്ചിട്ട് ED എടുക്കുന്ന കേസുകൾ ക്രിമിനൽ കേസുകളാണ്. ഏജൻസി എന്ന നിലയിൽ അവരുടെ അധികാരം എന്ന് പറയുന്നത് ഈ ആക്ടുകളിലുള്ള അധികാരമാണ്. ECIR, എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, അത് കൊടുത്തോളണം എന്നൊരു ബാധ്യത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇല്ല. ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ അത് അവർ EDയിലേക്ക് പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് ജൂറിസ്ഡിക്ഷൻ വന്നു, അവർ അതിലേക്ക് ഇന്റർവ്യൂൻ ചെയ്യുന്നു. സ്വത്ത് കണ്ടുകെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സെർച്ച് നടത്തി അവിടെ ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസറ്റ്സ് സീസ് ചെയ്യുക എന്നുള്ളതാണ്. വൺസ് ഇത് അവർ സീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അത് റിലീസായി വരാമെന്ന് പറയുന്നത് ഇറ്റ് മൈറ്റ് ടേക്ക് ടൈം. ക്വാസി ജുഡീഷ്യൽ പവർ എന്ന് പറയുന്നത് ഇത് എസ്കലേറ്റ് ചെയ്ത് ഒരുപാട് മുന്നോട്ട് പോകാതിരിക്കുക, അതിൻ്റെ അകത്ത് തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. PMLA കേസുകൾക്ക് എനിക്ക് തോന്നുന്ന എല്ലാ സ്റ്റേറ്റുകളെയും ബേസ് ചെയ്തിട്ട് സ്പെഷ്യൽ കോടതികളുണ്ട്. മണിമേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശ്രീ ബിജോയ് എം പോരോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്വാഗതം. നമസ്കാരം. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വാർത്തകൾ ഇങ്ങനെ നടന്നു നിൽക്കുകയാണ്. കാരണം കൊച്ചിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു വിജിലൻസ് കേസിൽ പ്രതിയാവുന്നു, കൈക്കൂലിയുമായി ബന്ധപ്പെട്ട്. ആ കേസിൽ അന്വേഷണം നടന്നു വരികയുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും വാർത്തകളിൽ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്താണെന്നുള്ളത് ഏകദേശം എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. പക്ഷേ എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അവരുടെ പ്രവർത്തന മേഖലകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. എന്തൊക്കെയാണ് ഇവരുടെ ഒരു പ്രവർത്തന മേഖല? അതായത് ഒരു എക്കണോമിക് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അത് ഒരു പുതിയൊരു കാര്യമല്ല. സത്യത്തിൽ എനിക്ക് തോന്നുന്നു 2000 ആ ഒരു കാലഘട്ടത്തിലാണല്ലോ രാവണപ്രഭു സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ അതിലൊരു റോഡ് ഇന്റർസെപ്ഷൻ കാണിക്കുന്നുണ്ട്. ഒരു പണവുമായിട്ട്, ഒരു ലാൻഡ് ഡീലിന്റെ പണവുമായിട്ട് പോകുന്ന ജഗതിയുടെ ക്യാരക്ടറിനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഓഫീസേഴ്സ് തടഞ്ഞു വയ്ക്കുന്നു, ഞങ്ങൾ എൻഫോഴ്സ്മെന്റിൽ നിന്നാണെന്ന് പറയുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ആളുകൾക്ക് ഒട്ടും തന്നെ അറിയാത്തൊരു സംവിധാനമാണ്. ഇതെന്താണ് ഈ എൻഫോഴ്സ്മെന്റ് എന്ന് അന്ന് ഒരു ചോദ്യം പ്രത്യേകിച്ച് ഞാനന്ന് CA പഠിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഞങ്ങൾ സുഹൃത്തുക്കൾ തമ്മിലൊക്കെ എൻഫോഴ്സ്മെന്റ് എന്താണ് എന്ന് കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ ED എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഫാദർ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റൽ തൊഴിലാളികളുണ്ടായിരുന്നു, EDക്കാരെന്നാണ് അവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഫാദറിന്റെ ഒരു കൊളീഗ് എൻ്റെ അടുത്ത് പറയായിരുന്നു, ഇപ്പൊ ED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ED തൊഴിലാളിയാന്ന് പറഞ്ഞാൽ കൂടുതൽ, അല്ലെങ്കിൽ ഒരു ED എംപ്ലോയി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ബഹുമാനം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ആളുകൾക്ക് അറിയാവുന്ന ED എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി ഇത് 1956 നമ്മുടെ കേരളം ഉണ്ടായ വർഷം ഇന്ത്യയിൽ പിറവി കൊണ്ട ഒരു നിയമ സംവിധാനമാണ്. എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് എന്നുള്ള രീതിയിൽ ഒരു ഈ എക്കണോമിക് ലോ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു യൂണിറ്റ് എന്നുള്ള രീതിയിൽ 1956 മെയ് 1 ED സ്റ്റാർട്ട് ചെയ്യണത്. അന്ന് ED അല്ല, എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ആണ്. പിന്നീട് ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടാണ് അതിന് ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് എന്നുള്ള ആ ഒരു നോമൻക്ലേച്ചർ കൊണ്ടുവന്നത്. പിന്നീട് അങ്ങോട്ട് ED എന്ന് തന്നെയാണ് അതിന്റെ എംബ്ലം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് എന്ന് എഴുതിയിട്ട് ED എന്നാണ് അതിന്റെ എംബ്ലത്തിലുള്ളത്. അപ്പോൾ ഈ സാധാരണ നമ്മുടെ CBI അല്ലെങ്കിൽ സെൻട്രൽ എക്സൈസ് എന്നൊക്കെ പറയണ പോലെ എക്കണോമിക് നിയമങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയാണിത്. മുമ്പ് എക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിരുന്നു ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിൽ, നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇത് പ്രധാനമായിട്ട് ഈ നമ്മളുടെ PMLA, കള്ളപ്പണം വെളുപ്പിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഡിപ്ലീഷൻ, ഗവൺമെന്റിന്റെ നമ്മളുടെ റിസോഴ്സ് കുറയുക, റിസർവുകൾ കുറയുക, അങ്ങനത്തെ കാര്യങ്ങളിൽ വരാവുന്ന കുറ്റകൃത്യങ്ങളെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏജൻസിയാണ് ED എന്നുള്ളത്. ഇത് ഇപ്പോൾ ഒരു വലിയ സംവിധാനമാണ്. ഏതാണ്ട് 49 ഓഫീസുകൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ആദ്യം ഡൽഹിയിൽ തുടങ്ങി, പിന്നീട് ചെന്നൈയിലൊരു സബ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു,
പിന്നീട് അങ്ങോട്ട് 5 റീജിയൻസും 10 സോണുകളുമായിട്ട് ഇത് വളർന്നു. ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം 50-നടുത്ത് 49 ഓഫീസുകൾ, 2000-ന് മുകളിൽ എംപ്ലോയീസ് ഉള്ള ഒരു സംവിധാനമാണിത്. അത് സ്വന്തമായിട്ട് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ റിക്രൂട്ട് ചെയ്യുന്ന സ്വന്തം എംപ്ലോയീസ് ഉണ്ട്. പിന്നെ മറ്റ് ഏജൻസികളിൽ നിന്ന് സെൻട്രൽ എക്സൈസ്, ഇൻകം ടാക്സ്, പോലീസ്, അതിൽ നിന്നെല്ലാം ഡെപ്യൂട്ടേഷൻ വരുന്നവരും ഇതിൻ്റെ ഒരു സ്റ്റാഫ് സ്ട്രെങ്ത്തിൽ പെടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശ രൂപം. ഒരു ഡയറക്ടറുടെ കീഴിൽ താഴോട്ട് ഓഫീസർമാർ, സാധാരണ സ്റ്റാഫ് വരെയുള്ള ഒരു എംപ്ലോയ്മെന്റ് പാറ്റേൺ ആണ് അതിലുള്ളത്. ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന, അതിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, ഒരു അന്വേഷണ ഏജൻസി. മറ്റ് അന്വേഷണ ഏജൻസികൾ, അതായത് NIA, CBI, അതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകൾ പോലെയല്ല, സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് പ്രധാനമായും. അതായത് ഏത് ഏജൻസി എടുത്താലും അവർക്കൊരു ഏതെങ്കിലുമൊക്കെ പർട്ടിക്കുലർ ലോ എൻഫോഴ്സ്മെന്റ് ഉണ്ടാകും. ഇപ്പൊ പോലീസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളുടെ ക്രമസമാധാനം, പഴയ IPC, ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിത, അതിന് കീഴിൽ വരുന്ന ഒഫൻസുകൾ, അല്ലാത്ത സിവിൽ ഒഫൻസുകൾ, ഇതെല്ലാമാണ് പോലീസും അങ്ങനെയുള്ള ഏജൻസികൾ ചെയ്യുന്നത്. ഇൻകം ടാക്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് ഗിഫ്റ്റ് ടാക്സ് ഉണ്ടായിരുന്നു, വെൽത്ത് ടാക്സ് ഉണ്ടായിരുന്നു, ഇൻകം ടാക്സ്, ഇത്തരം കാര്യങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റാണ് എൻഫോഴ്സ് ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യയിൽ PMLA ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, അതുപോലെ കോഫെപോസ, അതായത് നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ വിതരണം, വിനിമയം, അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും സ്മഗ്ലിംഗ് തടയുകയും ചെയ്യുന്ന ഒരു ആക്ടാണ് 1974-ലെ കോഫെപോസ ആക്ട്. അതുപോലെ പിന്നെ വരുന്നത് FIO, ഈ അടുത്തിടയ്ക്ക് ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട്. അതായത് ഇന്ത്യയിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഇന്ത്യൻ കോടതികളുടെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് പുറത്തുപോയി അതിൽ നിന്ന് സുരക്ഷിതമായിട്ട് ജീവിക്കുന്ന കുറെ ആളുകൾ നമുക്കറിയാം. ഈ അവർക്ക് അഗെയിൻസ്റ്റ് ഉള്ള ലോ എൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമമാണ് FIO ആക്ട്. ആ ആക്ടിന്റെ എൻഫോഴ്സ്മെന്റ് ഇവരാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 3 നിയമങ്ങൾ പറഞ്ഞു. ഇത് കൂടാതെ പ്രധാനമായിട്ട് ഈ നമ്മളുടെ എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ തുടങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിട്ട് വികസിച്ച ഈ സംവിധാനത്തിന് ആദ്യം എൻഫോഴ്സ് ചെയ്യാനുണ്ടായിരുന്ന നിയമം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ആദ്യം ഉണ്ടായിരുന്നത് FERA എന്ന നിയമമായിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന നിയമമായിരുന്നു നമുക്കിവിടെ വിദേശ നാണ്യവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന നിയമം. പിന്നെ 1999 അത് മാറ്റി കളഞ്ഞിട്ട് നമ്മൾ FEMA, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞ് കുറച്ചുകൂടി പരിഷ്കരിക്കപ്പെട്ട നിയമം കൊണ്ടുവന്നു. ഇപ്പോൾ ഈ പ്രധാനമായിട്ട് ഈ 4 നിയമങ്ങളാണ് ED കൈകാര്യം ചെയ്യുന്നത്. FEMA, PMLA, FEO, കോഫെപോസ, ഈ 4 ആക്ടുകളുടെ കാര്യം. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് PMLA ആക്ടിന്റെ എൻഫോഴ്സ്മെന്റ് ആണ്. നമ്മൾ വാർത്തകളിൽ എന്നും നമ്മളുടെ മുമ്പിൽ കേൾക്കുന്ന കാര്യങ്ങൾ. അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ കേസുകൾ എടുത്തിട്ടുള്ളതും PMLA വെച്ചിട്ടാണ് കൂടുതൽ ചേർന്നത്. അതായത് PMLA വളരെ ശക്തമായിട്ടുള്ള ഒരു നിയമമാണ്. അതിൻ്റെ അകത്ത് നല്ല പല്ലും നഖമുള്ള നിയമമാണ്. അപ്പൊ അതിൽ പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരിപ്പോരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ല. പിന്നെ അത് തന്നെയാണ് ഈ PMLA ആക്ട് വന്നിട്ട് താരതമ്യേന പ്രായം കുറഞ്ഞൊരു നിയമമാണ് PMLA ആക്ട്. 2002-ലോ മറ്റോ ആണ്. അതെ. അപ്പോൾ അത് ഈ 2002-ല് PMLA ആക്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഒരു പക്ഷേ 2002-ന് ശേഷവും നമ്മൾ ഈ എൻഫോഴ്സ്മെന്റ് ഒന്നും അധികം കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ റീസെന്റ് നമ്മൾ ഈ EDയെ പറ്റി കേൾക്കുന്നതിന്റെ 90% കേസുകളും PMLAയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് 2 കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഗവൺമെന്റിന്റെ ഫോക്കസ് ഈ കള്ളപ്പണം വെളുപ്പിക്കലിനെ തടയാന്നുള്ള ഒരു ഫോക്കസ് ഗവൺമെന്റിന് വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, PMLA വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി വൈഡർ ആവും കാര്യങ്ങൾ. മുമ്പൊക്കെ എൻഫോഴ്സ്മെന്റ് ആരെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ബിസിനസ് ഹൗസുകൾ, വലിയ ബിസിനസ് ഹൗസുകൾ, കോർപ്പറേറ്റ് ഹൗസുകൾ, അതുപോലെ വലിയ ഹവാല അഗ്രിഗേറ്റേഴ്സ് ആയിട്ടുള്ള വലിയ ബിഗ് പ്ലെയേഴ്സിനെയൊക്കെയാണ്. അതുകൊണ്ട് സാധാരണ ജനങ്ങളുടെ അടുത്തേക്ക് ഇത് എത്തുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, PMLA ആക്ടിന്റെ ആക്ഷൻ കൂടുതൽ വൈഡ് ആയപ്പോഴത്തേക്കും ഈ ഒബ്വിയസ്ലി അതിന്റെ എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്നുള്ള രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആളുകളുടെ വിസിബിലിറ്റിയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് സത്യം. ഇന്നിപ്പോ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ED സെർച്ചിന് വന്നു എന്നൊന്നും പറയുന്നത് ഒരു അത്ഭുതമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. അതായത് നിലവിലുള്ള അന്വേഷണ ഏജൻസികളെക്കാൾ, അതായത് CBI, NIA പോലുള്ള പ്രമുഖമായ അന്വേഷണ ഏജൻസികളെക്കാൾ കൂടുതൽ അധികാരവും ശക്തിയും ഏജൻസി എന്ന നിലയിൽ അവരുടെ അധികാരം എന്ന് പറയുന്നത് ഈ ആക്ടുകളിലുള്ള അധികാരമാണ്. അവർ എൻഫോഴ്സ് ചെയ്യുന്ന ആക്ടുകൾ ശക്തമായതുകൊണ്ട് അവർക്ക് ഈസിയാണ് ആളുകളുടെ ഇടയിലേക്ക് ചെല്ലാനും. അവർക്ക് ഒരു ത്രട്ടനിങ് ആയിട്ട് ആളുകൾ വളരെ പേടിക്കുന്ന ഒരു ഓർഗനൈസേഷനായി മാറാനുള്ള കാരണം, ഏജൻസി ആയിട്ട് മാറാനുള്ള ഒരു കാരണം
ഇവര് എൻഫോഴ്സ് ചെയ്യുന്ന നിയമങ്ങൾ ശക്തമാണെന്നുള്ളതാണ്. ഈ നിയമങ്ങൾ ശക്തമാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇപ്പം മുൻപ് സിവിൽ കേസുകളായിരുന്നു അന്വേഷിച്ചു വന്നിരുന്നത്. ഇപ്പോൾ PMLA വരുമ്പോൾ അതിന്റെ ഒരു സ്വഭാവം മാറുന്നുണ്ട്. അതെ, അതായത് ഫെറ, ഞാൻ നേരത്തെ പറഞ്ഞ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ക്രിമിനൽ നിയമമായിരുന്നു. അത് റീപ്പീൽ ചെയ്തിട്ട് നമ്മൾ ഫെമ വന്നപ്പോഴത്തേക്കും ഫെമ ഒരു സിവിൽ നിയമമായി മാറി. അതേസമയം PMLA ക്രിമിനൽ ആക്ട് ആണ്. അപ്പോൾ PMLA വെച്ചിട്ട് ED എടുക്കുന്ന കേസുകൾ ക്രിമിനൽ കേസുകളാണ്. ക്രിമിനൽ കേസുകളിൽ അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് കുറ്റവാളിയായിട്ട് മുദ്ര കുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഊരിപ്പോന്നാൽ പോലും ഒരു ക്രിമിനൽ കേസിൻ്റെതായ പ്രശ്നങ്ങൾ അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വാർത്തയാകുന്നതിന് കാരണവും രാഷ്ട്രീയ നേതാക്കൾ പ്രതിയാക്കപ്പെടുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും അത് പൊതുവെ നമ്മൾ ഇത്തരത്തിലുള്ള ഏത് എൻഫോഴ്സ്മെന്റ് ഏജൻസി എടുത്താലും നമ്മൾ പണ്ട് വളരെയധികം കേട്ട് പരിചയിച്ചേക്കണം. നമ്മളൊരു 90കളിലും 80കളിലൊക്കെ കേട്ട്, അതായത് ഭരണകൂടത്തിന്റെ മർദ്ദനോപാധിയാണ് പോലീസ് എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ട്. അത് നമുക്ക് ലൈക്വൈസ് എല്ലാത്തിലും പറയാം. ഒരു ഭരണകൂടത്തിന്റെ മർദ്ദനോപാധിയാണ് എല്ലാ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളും എന്ന് നമുക്ക് ആരോപിക്കാം. ആണെന്നല്ല, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് അല്ല പറഞ്ഞത്, അങ്ങനെ നമുക്ക് ആരോപിക്കാം. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത്തരം കേസുകൾ അത് ആ രീതിയിലേക്ക് നമുക്ക് തോന്നാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഇപ്പൊ പണ്ട് CBI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് CBI ഹാൻഡിൽ ചെയ്യുന്ന കേസുകളുടെ അകത്ത് ഒരു അധിക ശതമാനവും ശിക്ഷിക്കപ്പെടുകയും കുറ്റം തെളിയിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസുകളുടെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നമ്മളുടെ പത്രങ്ങളിൽ വന്ന വാർത്തകളും അതിന് കാരണമായിട്ട് പാർലമെന്റിന്റെ 2 സഭകളിലും ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് വന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2 ഡിജിറ്റ് തികയാത്ത സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമുക്ക് തരാനുള്ളൂ. അതിലേക്കാണ് വരുന്നത്. അതായത് ഈ പ്രതിപക്ഷ നേതാക്കളാണ് കൂടുതലായും ഈ വാർത്തകളിൽ വരുന്ന, പ്രധാനമായും നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്ന കേസ്, ED കേസുകളിൽ പ്രതികളാകുന്നത് പ്രതിപക്ഷ നേതാക്കളാണ്. അത് കൂടാതെയുള്ള കേസുകളും ഒട്ടനേകമുണ്ട്. പക്ഷേ ED രജിസ്റ്റർ ചെയ്ത കേസുകളിലെ ഒരു കൺവിക്ഷൻ റേറ്റ്, അതായത് അത് ശിക്ഷ വിധിക്കുകയോ തീർപ്പാക്കുകയോ ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിൽ വളരെ കുറവുണ്ട്. താരതമ്യേന മറ്റ് ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകളുമായി താരതമ്യേന വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 10 വർഷമായിട്ടാണ് ഈ ED കേസുകളുടെ എണ്ണത്തിൽ ഒരു വർധനവ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അതിനനുസരിച്ച് ഒരു കൺവിക്ഷൻ റേറ്റ് കാണാനുമില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്? അല്ല, തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള തെളിവുകളുടെയും ഡോക്യുമെന്ററി എവിഡൻസുകളുടെയും ബേസിലാണ് കേസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൺവിക്ഷൻ ഉണ്ടാവുന്നതിന് തടസ്സമില്ല. അപ്പൊ നമുക്കിത് ആസ് എ ലേമാൻ നമുക്ക് മനസ്സിലാവണത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് പത്രങ്ങളിലൂടെയൊക്കെ നോക്കി നമ്മളൊരു ജനറൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ 50% കൂടുതൽ BNS വെച്ച് അല്ലെങ്കിൽ പഴയ IPC വെച്ചിട്ടുള്ള കേസുകൾ 50% മുകളിൽ കൺവിക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് പാർലമെന്റിൽ ഉന്നയിച്ച ആൻസറുകൾ വെച്ച് തന്നെ ടോട്ടൽ ഞാൻ ഒരു വാർത്ത വായിച്ചതനുസരിച്ച് 2.5% താഴെയാണ് കൺവിക്ഷൻ റേറ്റ്. വേറെ ഒരു റിപ്പോർട്ടിൽ 5% എന്ന് ഞാൻ കണ്ടു. പക്ഷെ അത് അതിന്റെ ടൈം ഡിഫറൻസ് കാണുമായിരിക്കും. എനിവേ 10% താഴെയാണ് ടോട്ടൽ കൺവിക്ഷൻ റേറ്റ്. വേറൊരു രസകരമായ ഒരു കാര്യം, പൊളിറ്റീഷ്യൻസിനെ അഗൈൻസ്റ്റ്, ഇപ്പൊ ശ്രീത്ത് പൊളിറ്റീഷ്യൻസിന്റെ കാര്യം ചോദിച്ചുകൊണ്ടാണ്, പൊളിറ്റീഷ്യൻസിനെതിരെ എടുത്ത കേസുകളിൽ 1% താഴെയാണ് കൺവിക്ഷൻ റേറ്റ്. അപ്പോൾ ഒരു ഏജൻസി, ഒരു അന്വേഷണ ഏജൻസിക്ക് വിശ്വാസ്യത ജനങ്ങളുടെ ഇടയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ഏറ്റെടുത്ത കേസുകളിൽ കൺവിക്ഷൻ ഉണ്ടാവണം, റിസൾട്ട് ഉണ്ടാവണം. 5422 കേസുകളിൽ 23 കേസുകളാണ് കൺവിക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ന്യൂസ് ക്ലിപ്പ് കണ്ടായിരുന്നു. അതിലേക്ക് വരുമ്പോൾ മറ്റൊരു ചോദ്യം കൂടെ ഉള്ളത്, ഈ 2019 മുതൽ രജിസ്റ്റർ ചെയ്ത കുറേയേറെ കേസുകളിൽ കോടതികളിലേക്ക് എത്താനുള്ള കാലതാമസം കൂടിയുണ്ട്. എൻഫോഴ്സ്മെന്റ് രജിസ്റ്റർ ചെയ്ത കേസുകൾ അതിൻ്റെ ഒരു അന്വേഷണ ഘട്ടം കഴിഞ്ഞ് കുറ്റപത്രം കൊടുത്ത് കോടതികളിൽ എത്തുന്നതിലും താമസമുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കേസുകളുടെ ഒരു കാലതാമസം ഉണ്ടാകുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ഈ കേസുകൾ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അല്ല, അത് ആ ഒരു കാര്യത്തിൽ ഒരു പക്ഷേ നമ്മളുടെ ടോട്ടൽ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ കേസുകൾ വളരെ പതിയെ പോകുന്നു എന്നുള്ള ഒരു ആരോപണം, അതിപ്പോൾ ഇത്തരത്തിലുള്ള കേസ്, എക്കണോമിക് ഒഫൻസ് മാത്രമല്ല, ഏത് കേസുകളെടുത്താലും നമ്മുടെ നാട്ടിൽ കോടതികൾ വളരെ സ്ലോ ആണ് എന്നുള്ളൊരു ആരോപണം ഉണ്ട്. ഈ അടുത്തിടയ്ക്ക് ഫാസ്റ്റ് ട്രാക്ക് സിസ്റ്റംസും അതിനുവേണ്ടി വളരെ ശ്രമകരമായിട്ട് ഉള്ള നടപടികൾ എടുത്തതുകൊണ്ട് കുറേ കേസുകളൊക്കെ തീർന്നു പോകുന്നുണ്ട്. പക്ഷേ പൊതുവെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഈ വലിയ വാർത്താ പ്രാധാന്യം നേടിയെടുത്ത ക്രിമിനൽ കേസുകൾ ഒഴികെ ബാക്കി കേസുകളിൽ അന്നത്തെ വാർത്താ പ്രാധാന്യം കഴിഞ്ഞാൽ ആർക്കും ഇതിൽ താല്പര്യമില്ലാതെ പോവുകയും അവസാനം ഇതിൽ പ്രതിയാക്കപ്പെട്ടവർ അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടവർ മാത്രം ഇതിന്റെ പിന്നാലെ നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. പിന്നെ ബ്യൂറോക്രസിയുടെയും ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെയും ആ ഇൻഹറന്റ് ആയിട്ടുള്ള സ്ലോനെസ്, ഇതെല്ലാം കൊണ്ടായിരിക്കും ഒരു പക്ഷേ
ഇത് ഫൈനൽ ലെവലിലേക്ക് എത്താതെ പോകുന്നത്. അതുപോലെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പോലീസിനാണെങ്കിൽ ഒരു FIR ഉണ്ടാവും. ED ആവുമ്പോൾ അതിന് വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് പ്രതികൾക്ക് ലഭ്യമാകുന്നതിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ, ECIR എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അത് കൊടുത്തോളണം എന്നൊരു ബാധ്യത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇല്ല. പോലീസ് ഫോഴ്സിലാണെന്ന് നമ്മുടെ പോലീസ് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ FIR കൊടുക്കണം. ഒരു ആൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ FIR കൊടുത്തേ പറ്റുള്ളൂ. ഇവിടെ അത് കൊടുത്തോളണമെന്ന് നിർബന്ധമില്ല. കൊടുക്കുന്നതിന് തടസ്സമില്ല, പക്ഷെ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിയമവ്യവഹാരങ്ങളിലൂടെയൊക്കെ പോക്കല്ലാതെ നമുക്ക് നേരെ ഇന്ന സെക്ഷൻ പ്രകാരം അല്ലെങ്കിൽ ഇന്ന വകുപ്പ് പ്രകാരം എനിക്ക് ECR തരണം എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുപോലും ഒരു നീതി നിഷേധത്തിന്റെ എലമെന്റ് അതിലുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ആരോപിക്കാം. അതായത് എല്ലാ നിയമങ്ങളിലും, അതായത് FEMA, PMLA അടക്കമുള്ള എല്ലാ നിയമങ്ങളിലും ഇത് ബാധകമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ECIR കൊടുക്കാൻ ബാധ്യതയില്ല എന്നുള്ളത്. PMLA ആണല്ലോ അതിൻ്റെ അകത്ത് ക്രിമിനൽ ആക്ട്. ഈ 1956 ED സ്ഥാപിച്ചത് എന്ന് പറഞ്ഞു. ഈ 1956 സ്ഥാപിച്ച് ഇപ്പം ജനങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇപ്പം ഈ ക്വാസി ജുഡീഷ്യൽ അധികാരങ്ങളുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ്. മറ്റേ അന്വേഷണ ഏജൻസികൾക്ക് ഇല്ലാത്ത തരത്തിലുള്ള ഒരു അധികാരം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അധികാരം ഈ ഏജൻസിക്ക് കിട്ടുന്നത്? PMLA ആക്ടിന് മാത്രമാണ് ക്വാസി ജുഡീഷ്യൽ അധികാരം EDക്ക് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫെമയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാസി ജുഡീഷ്യൽ പവേഴ്സ് ആണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PMLAയിലാണ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിലാണ് ഒരു സിവിൽ കോർട്ടിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ക്വാസി ജുഡീഷ്യൽ പവേഴ്സ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത്. ഈ ഇപ്പൊ ശ്രീത്ത് ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ എന്തിനാണ് ക്വാസി ജുഡീഷ്യൽ പവേഴ്സ് കൊടുക്കണമെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇവരതിന്റെ എക്സ്പെർട്ടൈസ് ഉള്ളവരാണ്. ഈ ഒരു ഏജൻസി എന്ന് പറയുമ്പോഴത്തേക്കും അവർ ആ ഒരു കാര്യങ്ങൾ മാത്രം ഡീൽ ചെയ്യുന്നവരാകുമ്പോഴത്തേക്കും അവർ അതിന്റെ എക്സ്പെർട്ടൈസ് ഉള്ളവരാണ്. സാധാരണ കോടതി പ്രൊസീജിയേഴ്സിലേക്ക് ഇത് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ ടൈം ലാഗ്, ഒത്തിരി നീതി നടപ്പാക്കി കിട്ടാൻ ഒരുപാട് സമയം എടുക്കുന്ന ഒരു സാഹചര്യം. അത് പൊതുവെ എല്ലാ ക്വാസി ജുഡീഷ്യൽ സംവിധാനങ്ങളുടെയും ഒരു എസൻസ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ സെറ്റിൽ ആവുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സാധ്യത കൊടുക്കുക എന്നുള്ളതാണ് ഈ ക്വാസി ജുഡീഷ്യൽ പവേഴ്സ് അതിന് കൊടുത്തേക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ അതിന്റെ എക്സ്പെർട്ടൈസ്, കാരണം അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ആ നിയമങ്ങളുമായിട്ട് കൂടുതൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. അപ്പൊ അതിനുവേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണ ഈ ജുഡീഷ്യൽ ബോഡിയും അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഒരു ജനറൽ കോർട്ടിക്കടെ ഇത് കാര്യങ്ങൾ പോകുന്നതിനേക്കാൾ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ളതായിരിക്കണം ആ ഒരു കോൺസെപ്റ്റ് അതിൽ കൊണ്ടുവരാൻ കാരണം. അപ്പോൾ അതിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുള്ള പോലെ, സ്വർണ്ണക്കടത്ത് കേസിലടക്കം കണ്ടിട്ടുള്ള പോലെ, ഈ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റാളുകളെ ഈ കേസുകളിലേക്ക് പ്രതി ചേർക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരിട്ട് കേസെടുക്കാൻ EDക്ക് ഒരു അധികാരം ഈ ഒരു പവറിലൂടെ കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. അല്ല, ജനറലി EDക്ക് നേരിട്ടൊരു കേസിൽ ഇന്റർവ്യൂൻ ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇപ്പോ സ്വർണ്ണക്കടത്തിന്റെ കേസ് പറഞ്ഞല്ലോ, ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ അത് അവര് EDയിലേക്ക് പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് ജൂറിസ്ഡിക്ഷൻ വന്നു, അവര് അതിലേക്ക് ഇന്റർവ്യൂൻ ചെയ്യുന്നു. ഇനി അതിൽപ്പെട്ട ഒരാളെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും വേറെ ഒരാളെ പറ്റി ഇൻഫർമേഷൻ കിട്ടി അയാളുടെ അടുത്തേക്ക് ED ചെല്ലും എന്നുള്ളത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടി ഇന്റർസെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാളുടെ പ്രിമൈസിൽ സെർച്ച് നടത്തുക, അത്തരം കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കംപ്ലൈന്റ്, ഒരു സ്പെസിഫിക് കംപ്ലൈന്റ്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ കേസിൽ നിന്നുള്ള ഇൻപുട്സ് അത് വെച്ചിട്ടാണ് സാധാരണ ഈ EDയുടെ കേസുകൾ മുന്നോട്ട് വരുന്നത്. അല്ല, ED സുവമോട്ടോ ഒരു കേസിൽ ഇന്റർവ്യൂൻ ചെയ്യുന്നത് ശ്രദ്ധപ്പെട്ടിട്ടില്ല എനിക്ക്. ഇല്ലെന്ന് തന്നെയാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയും. മറ്റൊന്ന്, ED കേസുകളിൽ ഈ സ്വത്ത് കണ്ടുകെട്ടലുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പം പല കേസുകളിലും സ്വത്ത് കണ്ടുകെട്ടുന്നതായി നമുക്ക് അറിയാൻ കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം EDക്ക് ലഭിക്കുന്നത്? അതുപോലെ തന്നെ ഈ സ്വത്ത് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ സ്വത്തിൻ്റെ ഉടമയ്ക്ക് അത് തിരിച്ചെടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു വസ്തുതകൾ? സ്വത്ത് കണ്ടുകെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സെർച്ച് നടത്തി അവിടെ ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസറ്റ്സ് സീസ് ചെയ്യുക എന്നുള്ളതാണ്. ആ സീഷർ ഓപ്ഷൻ കഴിഞ്ഞ് പിന്നെ കോർട്ട് പ്രൊസീജിയേഴ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് കഴിഞ്ഞിട്ടാണ് അത് കോൺഫിസ്കേറ്റ് ചെയ്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്.
അതൊരു ജുഡീഷ്യൽ പ്രോസസ്സ് അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ പ്രോസസ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെതായ ടൈം എന്തായാലും അത് ഉണ്ടാവുമല്ലോ. അപ്പോൾ വൺസ് ഇത് അവർ സീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അത് റിലീസായി വരാന്ന് പറയുന്നത് ഇറ്റ് മൈറ്റ് ടേക്ക് ടൈം. അത് അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് അത് ശരിയായി വരിക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. പിന്നീടും അത് സ്വന്തം പേരിലുള്ളതാണ് തെളിയിക്കുക, അങ്ങനെ കുറേയേറെ ബാധ്യതകൾ ഈ ഉടമയ്ക്ക് ഉണ്ടാവുന്നു എന്ന് കേട്ടു. അതായത് ഈ ഒഫൻസിൽ പെട്ടതാണെങ്കിൽ തിരിച്ചു കിട്ടൽ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ പർട്ടിക്കുലർ ഇപ്പോൾ ഈ സീസ് ചെയ്യപ്പെട്ട ഒരു സംഭവം അല്ലെങ്കിൽ കോൺഫിസ്കേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഭവം ഇതുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ഇല്ലാത്തതാണ് എന്ന് പ്രൂവ് ചെയ്യാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് ശ്രമകരമായിരിക്കും, ഒരു തർക്കമില്ല. കാരണം ഇത് പ്രായോഗികമായിട്ട് പ്രൈമ ഫേസി ഇവർ അത്രയ്ക്ക് ഐട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഇത് സീസ് ചെയ്യാനും കോൺഫിസ്കേറ്റ് ചെയ്യാനൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ പിന്നെ അതിൽ നിന്ന് റിലീസ് ചെയ്ത് അത് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു പണിയായിരിക്കും. അത് ശരിയാണ്. ED കേസുകളിൽ പെട്ടാൽ ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരാളുടെ കരിയർ തന്നെ, അയാളുടെ ഒരു ഭാവി തന്നെ ഇല്ലാതാകാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് ഇതിനെ ദുരുപയോഗം ചെയ്യാനുള്ള ഒരു സാധ്യതയും വളരെയേറെ അല്ലേ? അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അല്ല, രാഷ്ട്രീയമായിട്ട് ഒബ്വിയസ്ലി ഇത് ദുരുപയോഗിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയമായിട്ട് ഇത്തരം കേസുകളൊക്കെ വന്ന് ഒരു 4 പത്രവാർത്തയും ഒരു മീഡിയ കവറേജ് ഒക്കെ കഴിഞ്ഞാൽ നോർമൽ കോഴ്സിൽ അയാളുടെ ഗ്രാഫ് താഴേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. ഇനി രാഷ്ട്രീയമായിട്ട് എക്സ്പോസ് ചെയ്യപ്പെട്ട അല്ലാത്ത ആൾക്കാരും ഏതൊരാളും ഈ ഒരു ഇതിൻ്റെ കീഴിൽ ഒരു പ്രാവശ്യം നടപടികൾക്ക് വിധേയനായി വാർത്തയിലൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കാര്യത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നം, ഇപ്പോൾ നല്ലൊരു ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ബിസിനസ് ഹൗസ് അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഇത്തരത്തിലൊരു കേസിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പടം പത്രത്തിൽ അടിച്ചു വരിക അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പറ്റിയുള്ള ബൈറ്റ്സ് മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇനി നാളെ അദ്ദേഹം ഈ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പോലും ഈവൻ നമ്മളൊരു പർട്ടിക്കുലർ നമ്മളുടെ ഒരു സ്പേസിൽ ഒരു ED റെയ്ഡോ സെർച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഡീഫെയിമിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ഗുഡ് വില്ലും ഫേസ് ലോസും എല്ലാം സംഭവിക്കണ ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പൊളിറ്റിക്കലി ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. കാരണം ഒരു ജഗപുക നമ്മൾ നാട്ടുഭാഷ പറഞ്ഞ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ, അതായത് ഇല്ലായ്മ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ആള് ഞാൻ പറഞ്ഞ ബയോളജിക്കലി അല്ലെങ്കിൽ ഓർഗാനിക്കലി അയാൾ ഇല്ലാതാവുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അയാളുടെ സൽപ്പേര് കൊണ്ടും അയാൾ അതുവരെ ഉണ്ടാക്കി വെച്ച ഒരു സ്റ്റേച്ചർ ഉണ്ടല്ലോ അതിനെ നശിപ്പിച്ച് അയാൾ മറ്റൊരാളാക്കി മാറ്റാൻ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തൊരു സംവിധാനമാണിത്. അപ്പോൾ അതിന് അങ്ങനത്തെ ആരോപണങ്ങൾ എവിടെയാണ് ശരിവെക്കപ്പെടുക അല്ലെങ്കിൽ ആളുകൾ അത് ശരിയാണെന്ന് ചിന്തിച്ചു തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ കൺവിക്ഷൻ റേറ്റ് ഒക്കെ അതിൻ്റെ അകത്ത് വലിയ പ്രശ്നമാണ്. നമ്മൾ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയില്ല, നമ്മളിപ്പോൾ ക്രിക്കറ്റിൽ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയണ പോലെ ഇതിൻ്റെ അകത്ത് ED വളരെ നിതാന്ത ജാഗ്രതയോടുകൂടി ഈ കാര്യങ്ങളിൽ ഇടപെടുകയും കൃത്യമായിട്ട് കേസെടുത്ത് അത് കൺവിക്റ്റ് ചെയ്യപ്പെടുകയും കുറ്റവാളികൾ അഴിക്കുള്ളിലാവുകയോ അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കുകയോ ചെയ്താൽ ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ ചില കേസുകൾ കേൾക്കുന്നു, വലിയൊരു എന്താ പറയുക, വലിയ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാവുന്നു, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ കേസ് കേൾക്കുന്നേ ഇല്ല. അല്ലെങ്കിൽ നാളെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്ന ആ കേസിൽ EDക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അത് ഇത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേസല്ല, ഞങ്ങൾ ജുറിസ്ഡിക്ഷനിൽ പെട്ടതല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്ന കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പൊതുജനത്തിന് ഇതിലുള്ള വിശ്വാസ്യത കാര്യമായിട്ട് കുറയുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ അത് സർക്കാർ സംവിധാനങ്ങളാണ് ആ കാര്യം ശ്രദ്ധിച്ച് ഇത്രയും വലിയ ഉദ്ദേശങ്ങളോടുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു ഏജൻസിയുടെ വിശ്വാസ്യത കീപ്പ് ചെയ്യാൻ അതിൻ്റെ പ്രവർത്തനം കൊണ്ടും അതിനെ നയിക്കുന്ന ഭരണകൂടത്തിനും അതിൻ്റെ അകത്ത് വലിയ പങ്കുണ്ട്. അവരത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ജനങ്ങളിൽ ഇതിൽ നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കാനും ഒരു വിശ്വാസ്യത ഉണ്ടെന്നുള്ള കാര്യം നിലനിർത്താനും പറ്റുള്ളൂ. ഇപ്പോൾ വലിയ കോർപ്പറേറ്റുകളും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും മാത്രമാണ് ED കേസുകളിൽ പ്രതിയാകുന്നതെന്ന് നമുക്കൊരു ധാരണയുണ്ട്. ഈ സാധാരണക്കാരുടെ വീടുകളിലേക്കും ED കയറാനുള്ള അല്ലെങ്കിൽ ED കേസുകൾ അവർക്കെതിരെയും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതായത് ഒന്നാമത് നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷനുകൾ, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുകളിൽ ഒരു എന്താ പറയുക, രാജ്യത്തിൻ്റെ നിയമങ്ങളുമായിട്ട് സത്യസന്ധത പാലിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിന് വിരുദ്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രൈമ ഫേസി ഇതിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ. അതായത് ഡയറക്റ്റ്ലി നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന സാമ്പത്തിക കാര്യങ്ങളിൽ എന്തെങ്കിലും തട്ടിപ്പ് നമ്മൾ ചെയ്യുക എന്നുള്ളത്. ഈ പ്രത്യേകിച്ച് PMLA
ഫെമയുടെയൊക്കെ വയലേഷൻസ് ചെയ്യാതിരുന്നാൽ നോർമലി നമ്മളുടെ അടുത്തേക്ക് ഇ ഡി വരേണ്ട ഒരു കാര്യവുമില്ല. ഇനി വള്ളി പിടിച്ചു വരാവുന്ന ഒരു നാട്ടുപ്രയോഗമുണ്ട്. പിന്നെ സംഭവിക്കാൻ പോകുന്നത് നമ്മളുടെ ബന്ധങ്ങളാണ്. നമുക്ക് ചിലപ്പോൾ വൈഡായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരാൾ, അയാളുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നമുക്ക് ഉണ്ടാവുക. അദ്ദേഹം ഒരു പക്ഷേ ഈ ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരണ ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയാവുകയും അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുക അല്ലെങ്കിൽ കോൾ റെക്കോർഡ്സ് പരിശോധിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അദ്ദേഹമായിട്ട് ഫ്രീക്വന്റ് കോൺടാക്റ്റിലാണ്, നമ്മൾ അദ്ദേഹമായിട്ട് സ്ഥിരമായിട്ട് ഒരു സാമ്പത്തിക ഇടപാടുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മളുടെ അടുത്തേക്ക് ഇ ഡി എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരൻ വലിയ ഒരു ഹൈ പ്രൊഫൈലിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ചെയ്യാത്ത ഒരാളുടെ അടുത്തേക്ക് ഇ ഡി വരാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ബന്ധങ്ങളിലൂടെയും ട്രാൻസാക്ഷനുകളിലൂടെയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ എന്തായാലും ഒരു സാധാരണക്കാരൻ ഇ ഡിനെ പേടിക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വളരെ ത്രട്ടനിങ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ പോയ ആളുകളെ പറ്റി എനിക്കറിയാം. അങ്ങനെ ഇത് അയാൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഇ ഡി കേസുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ അദ്ദേഹം ഇ ഡി കേസ് ഉള്ള ആളുമായിട്ട് കുറച്ച് ട്രാൻസാക്ഷൻസ് ചെയ്തിട്ടുണ്ട്. അത് ജെന്യുവിൻ ട്രാൻസാക്ഷൻസ് ആണ്. പക്ഷേ അത് ജെന്യുവിൻ ട്രാൻസാക്ഷൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണത് വരെ ഹി വിൽ ബി അണ്ടർ ദ ലെൻസ് ഓഫ് ഇ ഡി. അതാണ് അതിൻ്റെ അകത്തെ ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂ. അതായത് തെറ്റുകാരനല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത നമുക്ക് വന്നു ചേരും. തീർച്ചയായിട്ടും നമുക്കെതിരെ അങ്ങനെ ഒരു ആരോപണം, ഒരു കുറ്റാരോപണം നമുക്കെതിരെ വന്നു കഴിഞ്ഞാൽ നമ്മളത് അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ നമുക്ക് തന്നെയാണല്ലോ ബാധ്യത. അപ്പൊ അത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു ജനറലി പറയാവുന്ന ഒരു കാര്യം, നമുക്ക് പരിചയമില്ലാത്തവരുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ചെയ്യാതിരിക്കാൻ, നമ്മളുടെ അക്കൗണ്ടിന്റെ ട്രാൻസാക്ഷൻസ് ഒരു കാരണവശാലും വേറൊരാൾക്ക് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വലിയ പരിചയമില്ലാത്ത ആളുകളിൽ നിന്ന് നമുക്ക് നേരിട്ട് ബന്ധമില്ലാത്ത ഒരു ട്രാൻസാക്ഷനുകൾക്ക് നിന്നു കൊടുക്കാതിരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. പലപ്പോഴും പലരും ചെന്ന് പ്രശ്നങ്ങളിൽ പെട്ടിട്ടുള്ളത് അങ്ങനത്തെ ഉള്ള കേസുകളിലാണ്. ആരെങ്കിലും സഹായിക്കാനായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരിമറി കാര്യങ്ങളായിരിക്കും, റോളിംഗ് എന്നൊക്കെ പറയണ പോലുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഒരു അൾട്ടിമേറ്റ് കുഴപ്പത്തിലേക്കായിരിക്കും ചെന്ന് പെടുക. ഇനിയിപ്പോൾ ഇവൻ ഇ ഡി വന്നില്ലെങ്കിൽ പോലും ഇൻകം ടാക്സിനും എല്ലായിടത്തും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളുടെ സാമ്പത്തിക വിനിമയങ്ങളിൽ വളരെയധികം രാജ്യത്തെ നിയമങ്ങൾ പാലിച്ച് തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നിയമം അറിയാഞ്ഞിട്ടാണെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അത്തരം കാര്യങ്ങളിലുള്ള നിയമങ്ങൾ കുറച്ച് മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഈ ഇ ഡിനെ ആയാലും ഇൻകം ടാക്സിനെ ആയാലും എൻഫോഴ്സ്മെന്റ് ഏജൻസികളെ നമ്മുടെ വീട്ടിൽ കയറ്റാതിരിക്കാനുള്ള ഒരു കുറുക്കു വഴി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ക്വാസി ജുഡീഷ്യൽ ഏജൻസിയാണ് ഇ ഡി എന്ന് പറയുന്നത്. ഇതിന്റെ നിയമ നടപടികൾ നടക്കുന്നത് ഏത് കോടതികളായിരിക്കും? പ്രത്യേക കോടതികൾ ഇതിനായി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ക്വാസി ജുഡീഷ്യൽ പവർ എന്ന് പറയുന്നത് ഇത് എസ്കലേറ്റ് ചെയ്ത് ഒരുപാട് മുന്നോട്ട് പോകാതിരിക്കുക, അതിന്റെ അകത്ത് തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ആ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഒരു പർട്ടിക്കുലർ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുകൾ അതിന്റെ അകത്ത് തന്നെ അവസാനിപ്പിക്കാൻ പറ്റും. അതിന്റെ പെനാൽറ്റി നിശ്ചയിച്ച് അതെല്ലാം സെറ്റിൽ ചെയ്യാൻ അതിൻ്റെ അകത്ത് പറ്റുക എന്നുള്ളതാണ് ക്വാസി ജുഡീഷ്യൽ സിസ്റ്റം കൊണ്ട് അതിൻ്റെ ഒരു സ്പിരിറ്റ്. അവിടെ നിന്നില്ലെങ്കിൽ പിന്നെ പുറത്തുള്ള നമ്മുടെ സാധാരണ കോടതികളിലേക്ക് പോകും. അതിപ്പോൾ ഇ ഡി ഹാൻഡിൽ ചെയ്യണ കേസ് PMLA ആണെങ്കിൽ PMLA ക്രിമിനൽ കേസാണ്. അപ്പോൾ ഒരു ക്രിമിനൽ കോടതിയിലായിരിക്കും അതിൻ്റെ പ്രൊസീഡിങ്സ് പോവുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഫെമയുടെ ഒരു വയലേഷൻ ആണെങ്കിൽ അത് സിവിൽ കേസാണ്. അപ്പോൾ സിവിൽ കോടതിയിൽ അതിൻ്റെ ആ രീതിയിലായിരിക്കും പോവുക. പിന്നെ PMLA കേസുകൾക്ക് എനിക്ക് തോന്നുന്ന എല്ലാ സ്റ്റേറ്റുകളെയും ബേസ് ചെയ്തിട്ട് സ്പെഷ്യൽ കോടതികളുണ്ട്. കാരണം അത് കേസുകളുടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ എല്ലാ സ്റ്റേറ്റുകളെയും ബേസ് ചെയ്തിട്ട് ഈ ഇ ഡിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോടതികളുണ്ട്. ആ കോടതികളിലാണ് അതിൻ്റെ വ്യവഹാരങ്ങൾ നടക്കുന്നത്.